VPP പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ് വസന്തേ. ഇങ്ങനെ ഈ ദുരന്തങ്ങളിൽ ഒരു സാധ്യത കണ്ടെത്തരുത്, മരണത്തിൻ്റെ വ്യാപാരികളാകരുത് എന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ VPP പറഞ്ഞതിനേക്കാൾ വേറൊരു കാര്യം കൂടി എനിക്ക് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ഈ പുറ്റിങ്ങൽ ദുരന്തം നടന്ന സമയത്ത് ഇവിടുത്തെ പ്രതിപക്ഷം എടുത്ത നിലപാടെന്തെന്നത് നമ്മുടെ മുന്നിൽ ഓർമ്മയുണ്ട്. ഇങ്ങനെയുള്ള ദുരന്തങ്ങളെ ദുരന്തങ്ങളായി കാണണം, അതിന് ഒരുമിച്ച് നേരിടുകയാണ് വേണ്ടുള്ളത്. അതിനല്ലാതെ ഒരു സാധ്യത കിട്ടിയെന്ന് പറഞ്ഞ് ചാടി പുറപ്പെടുകയല്ല വേണ്ടതെന്നാണ് VPP പറഞ്ഞത്. വസന്തേ, VPP സാധാരണയായി ചർച്ചകളിൽ വളരെ പഠിച്ച് പോയിന്റുകളുമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. എനിക്ക് വലിയ ബഹുമാനമുള്ള എൻ്റെ സഹ ചർച്ചക്കാരനാണ്, സഹ പാനലിസ്റ്റാണ്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് പാർട്ടിയെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ ന്യായീകരിക്കാൻ ടെക്സോസിലെ ദുരന്തം വരെ പറയേണ്ടി വന്നല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് വിഷമം തോന്നുകയാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ ഓർത്ത് എനിക്ക് വിഷമം തോന്നുകയാണ്. നോക്കൂ, ഇതൊരു ദുരന്തമല്ല, അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യും. എങ്ങനെയാണ് ദുരന്തമാകുന്നത്? കഴിവുകേട് കൊണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് കൊണ്ടുണ്ടാകുന്നത് ഒന്നും ദുരന്തമല്ല. അത് ഭൂകമ്പം ദുരന്തമാണ്, മണ്ണിടിച്ചൽ ദുരന്തമാണ്, ജനക്കൂട്ടം ആർത്തുല്ലസിച്ച് വരുമ്പോ പിടിവിട്ടു പോയാൽ അത് ദുരന്തമാണ്, അല്ലെങ്കിൽ മണ്ണിടിഞ്ഞു വീണാൽ ദുരന്തമാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് മൂലമുണ്ടാകുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് ഇൽനെസ് കൊണ്ടുണ്ടാകുന്നത് ദുരന്തമായി കാണാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൽനെസ് അവിടെ ഉണ്ടായത്? ഇപ്പൊ VPP തന്നെ പറയുന്നു, 4 വർഷം മുമ്പേ നിങ്ങൾ ഫിറ്റ്നസ് ഇല്ലാതെ നിങ്ങളുടെ ഗവൺമെന്റ് കാലത്ത് 4 വർഷം ഭരിച്ചില്ല. 4 വർഷമല്ല, VPP 2013 ലാസ്റ്റ് ആണ്. ആ ഗവൺമെന്റ് പോകുന്ന 2016 ആദ്യ ഘട്ടത്തിലാണ്. ഏതാണ്ട് 8 or 9 മാസങ്ങളാണത്. പക്ഷേ അങ്ങ് പറയുന്ന പോലെ 4 വർഷം എന്നതിന് വിശ്വാസത്തിൽ എടുക്കാം എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ കെട്ടിടം 4 വർഷമായി UDFന്റെ കാലത്ത് പൊളിച്ചു മാറ്റിയില്ല, എന്നാൽ 8 വർഷം കൂടി ഞങ്ങളങ്ങ് പ്രവർത്തിപ്പിച്ച് കളഞ്ഞേക്കാം എന്ന് നിങ്ങൾ തീരുമാനിച്ചത്? ഇതേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ മുമ്പിലും ഉണ്ടായിരുന്നു. നിങ്ങളുടെ ആരോഗ്യ വകുപ്പിന്റെ 2 മന്ത്രിമാർ മാറി വന്നു, നിങ്ങൾക്ക് തുടർഭരണം കിട്ടി. എന്നിട്ടും ഇത് പൊളിഞ്ഞു വീഴുന്നതിന്റെ തലേ മിനിറ്റിൽ വരെ, തലേ നിമിഷം വരെ അവിടെ ചികിത്സ നടപ്പുണ്ടായിരുന്നു, അവിടെ ആൾക്കാർ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഒരു പോലീസ് ബാരിക്കേഡ് കൊണ്ട് പോലും, എന്തിനേറെ പറയുന്നു, 2 കമ്പി അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും മുഴം ഇങ്ങനെ X എന്നെടുത്തു വെച്ച് തടയാൻ പോലും അവിടെ നിങ്ങൾ തയ്യാറാവാതിരുന്നത് നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് ആണ് എന്നത് അക്സെപ്റ്റ് ചെയ്യുക. അത് തുറന്നു പറഞ്ഞ പോരെ? അവിടെ ഇതാ കൂടുതൽ ആൾക്കാർ വരുന്നു, അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ആ പഴയ കെട്ടിടം കൂടി അങ്ങ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ പ്രശ്നം തീർന്നില്ലേ? പക്ഷെ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങളുടെ മന്ത്രിമാർ അവിടെ എത്തി, ഇതാ ഈ കെട്ടിടം ഇല്ലാത്തൊരു കെട്ടിടമാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചു. ആ ന്യായീകരിക്കുന്നതിന്റെ ഭാഗമായി അവിടുത്തെ ഈ പറയുന്ന കോട്ടയത്തെ ഈ പറയുന്ന റെസ്ക്യൂ പ്രവർത്തനങ്ങൾ വൈകി. വസന്ത, അല്ല, അതിനകത്ത് എനിക്ക് VPPക്ക് മറുപടി പറയണം. അങ്ങനെ ഈ ഉപയോഗിക്കുന്ന കെട്ടിടമല്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ചതല്ല, ഉപയോഗിക്കുന്ന കെട്ടിടമല്ല അതാണ് എന്റെ യാഥാർത്ഥ്യം. തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് ഈ പറയുന്ന ബിന്ദു എന്ന് പറയുന്ന സഹോദരി എത്തിയത്? അവിടെ എങ്ങനെയാണ് നിങ്ങൾ അടങ്ങുന്ന മാധ്യമങ്ങൾ ചെല്ലുമ്പോൾ? അല്ല വസന്ത, നമ്മൾ ഈ കേവലം എത്തിയില്ലേ, ഒരു കെട്ടിടം, പുതിയൊരു ബിൽഡിംഗ് അവിടെ പണി നടക്കുന്നു, ആ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് മറ്റു കെട്ടിടം ഇടിച്ചു നിർത്തുകയാണ്. അതിനൊരു ടൈം പ്രോസസ് ഇല്ലേ? അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ? അതിന്റെ ഭാഗമായിട്ടോട് അബാൻഡൻ ചെയ്തതല്ലേ? അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഈ വെറുതെ ഈ ഇരുട്ടാക്കുന്ന ആരാണ് വസന്ത? ഇപ്പോ ഈ പറഞ്ഞ് വെറുതെ ഇങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങനെ ഈ രക്ഷപ്പെടാൻ ശ്രമിക്കരുത് വസന്തേ. തെറ്റാണ്. ഞാനൊരു സംശയം ചോദിക്കാം. കൈരളിയുടെ തിരുവനന്തപുരത്തെ ആസ്ഥാനം, അതിന്റെ തൊട്ടിപ്പുറത്താണല്ലോ MLA ഹോസ്റ്റൽ. ഞാൻ കുറെ കാലം അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ MLA ഹോസ്റ്റലിൽ പുതിയ കെട്ടിടം പണിയുന്നു. അങ്ങ് കണ്ടല്ലോ, അത് പഴയ കെട്ടിടം പൊളിച്ചിട്ടാണ് പണിയുന്നത്. എങ്കിൽ പോലും അവിടേക്കുള്ള പ്രവേശനം ബന്ധവസ്ഥയിലാണ്. അവിടേക്ക് പ്രവേശിക്കാൻ പറ്റുമോ? ആ പഴയ കെട്ടിടത്തിന്റെ ഏതെങ്കിലും ഭാഗം അവിടെ ഉണ്ടെങ്കിൽ അവിടേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. അതാണ് ചെയ്യേണ്ടത്. അതായത് കൃത്യമായി ഒന്നെങ്കിൽ പോലീസ് ബാരിക്കേഡിങ് അവിടെ ഉണ്ടാവണമായിരുന്നു, അല്ലെങ്കിൽ അവിടേക്ക് പ്രവേശനം നിരോധിച്ചുകൊണ്ടുള്ള ഒരു മഞ്ഞ റിബണെങ്കിലും, മഞ്ഞ തുണിക്ക VPPക്ക് മറുപടി പറയാനുണ്ട്. VPP പറയാം, താങ്കൾക്ക് പറയാം. താങ്കൾ ചോദിച്ചു, വസന്ത് ചോദിച്ചതിന് കൃത്യമായ മറുപടി ഉണ്ട്. ഈ ബിന്ദുവിന്റെ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണല്ലോ ബിന്ദു വന്നത്. ബിന്ദുവിന്റെ മകളെ ഏത് ബ്ലോക്കിലാണ് അഡ്മിറ്റ് ചെയ്തിരുന്നത്? ഇപ്പൊ പൊളിഞ്ഞു വീണ ബ്ലോക്കിലാണോ? ഇവിടെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളും എന്നാണ്. ബിന്ദുവിന്റെ മകൾ ആ ബ്ലോക്കിലല്ലല്ലോ ഉണ്ടായിരുന്നത്. അപ്പൊ അവരെ ചികിത്സയ്ക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്ത ബ്ലോക്ക് ഏതാ? അപ്പൊ ചികിത്സക്ക് എത്തുന്ന രോഗികളെയും അവരുടെ കൂടെയുള്ളവരുടെയും എല്ലാം ബ്ലോക്ക് വരെയാണ്. എങ്ങനെയാണ് ഇവർ ഈ ബ്ലോക്കിൽ എത്തിയത്? അതിനകത്തെ ശുചിമുറി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. അല്ലാതെ അതിനകത്ത് തന്നെ ഈ പൊളിഞ്ഞു വീണ കെട്ടിടത്തിൽ തന്നെ ബിന്ദുവിന്റെ മകളെ അഡ്മിറ്റ് ചെയ്ത് അവിടെ തന്നെ ചികിത്സിക്കുമ്പോൾ അവിടെ സംഭവിച്ചു പോയ ഒരു ദുരന്തമല്ല. വേറൊരു ബ്ലോക്കിലാണ് ആ മകൾ ഉള്ളത്. അവിടുന്ന് കുളിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ധാരാളം രോഗികൾ, ഏറ്റവും ചികിത്സ ലഭിക്കുന്ന ഒരു ആശുപത്രി ആയതുകൊണ്ട് ധാരാളം രോഗികളും കുത്തിരിപ്പുകാരും ഉണ്ട്. അപ്പോ ഈ ബ്ലോക്കിലുള്ള ശുചിമുറികളിൽ ക്യൂ പാലിക്കേണ്ടി വരുന്നുണ്ട്.
അതുകൊണ്ട് തിരക്കൊഴിവാക്കാൻ വേണ്ടി ഇപ്പുറത്ത് എന്തുകൊണ്ടാണ് അത് ബ്ലോക്ക് ചെയ്യാത്തത്? നിങ്ങൾ ആ സ്ഥലം കണ്ടല്ലോ. അതിപ്പോ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താൻ തന്നെ അവിടത്തേക്ക് ഈ JBC കൊണ്ടുവരാൻ എന്തെല്ലാം പാടുപെടേണ്ടി വന്നു. കാരണം അതൊരു വഴി കൂടിയാണ്, നിലവിൽ ഒരു വഴി കൂടിയാണത്. അങ്ങനെയുള്ള ഒരു ആളുകൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കടന്നു പോകാൻ ഉപയോഗിക്കുക. കാരണം അവിടെ വേറെ റോഡ് സംവിധാനം ഇല്ലല്ലോ. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് തന്നെ മറ്റേ പുതിയ ബ്ലോക്ക് പൂർണ്ണമായിട്ടും സജ്ജമാകുന്നതിന് മുമ്പേ പൊളിച്ചു നീക്കാനോ ബ്ലോക്ക് ചെയ്യാനോ സാധിക്കാത്തത്. ഇത് അവിടെ കോട്ടയത്തുകാരനായ വസന്തിന് അറിയാത്തത് കൊണ്ടല്ല. പക്ഷെ വസന്തിന് എന്താ പ്രശ്നം? നേരത്തെ പറഞ്ഞതുപോലെ ഈ സംഭവം വെച്ച് ഇതാ ഈ ഗവൺമെന്റ് മഹാമോശമാണ്, വീണ ജോർജ് കൊള്ളരുതാത്ത മന്ത്രിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി വസന്തിന് അറിയുന്ന കാര്യം പോലും വസന്ത് മറച്ചു വെക്കുകയാണ്. വീണ ജോർജ് ഏറ്റവും നല്ല മന്ത്രി ആയതുകൊണ്ടാണ്, അവർക്ക് നല്ല അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്നുള്ളത് കൊണ്ടാണ് കേരളം ഇന്ത്യയുടെയും ലോകത്തിന്റെയും മുന്നിൽ ഉയർന്നു നിൽക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ഈ നമ്മുടെ മാതൃശിശു മരണനിരക്ക് ഉൾപ്പെടെയുള്ള കണക്കുകളിൽ രാജ്യത്ത് ഇപ്പോഴും 1-ാം സ്ഥാനത്ത് നമുക്ക് നിൽക്കാൻ വേണ്ടി കഴിയുന്നത്.